പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യ 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജിലെ ചില കോഴ്സുകളും സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ എല്ലാ കോഴ്സുകളും ഇതിൽ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളിൽ ഉൾപ്പെടും. നിങ്ങൾ അപേക്ഷിച്ച കോഴ്സുകളിൽ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിലേക്കുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത്. വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചും അതുപോലെ തന്നെ നിലവിലുള്ള സീറ്റ് വേക്കൻസി പരിശോധിച്ച് നിങ്ങൾക്ക് ഓഗസ്റ്റ് 13 കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ നടപടികൾ എടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് കോളേജിൽ വിളിച്ചിട്ട് എനിക്ക് സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോക്കടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതായിട്ട് നല്ലത് നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റുകളൊക്കെ പരിശോധിച്ച് അവിടുത്തെ കോൺടാക്റ്റ് നമ്പറിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ കഴിയും. അത് രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കുള്ളിലും ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കോൾ വരും. ഇന്നിയും കോളേജിൽ സീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, താല്പര്യമുണ്ടോ എന്നുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് പറഞ്ഞ് പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, ഞാൻ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് 7 പബ്ലിഷ് ചെയ്യും, അതിൽ എനിക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായി കോൺടാക്ട് ചെയ്തിട്ട് അതിനുശേഷം അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്ന് പറയാവുന്നതാണ്. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോളേജുകൾക്ക് ഈ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് കഴിയുന്നത് വരെ കാത്തിരിക്കാനുള്ള കാര്യം കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. പിന്നീട് വരുന്ന വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൻ്റെ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്താലും നിങ്ങൾ അതിലേക്ക് പരിഗണിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ എടുക്കില്ല, അവരെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. അവരെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്കും ഏത് വെയിറ്റിംഗ് റാങ്കിൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ എയ്ഡഡ് കോഴ്സിലേക്കുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കില്ല. അവർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ടൈം നീട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 5 ഉച്ചക്ക് 3 മണിക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് 7 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.